ഇന്ന് വിഷു സദ്യ സീരീസിലെ റെസിപ്പി നമ്പർ 12ൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പുളിയഞ്ചി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുളിയഞ്ചി ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞങ്ങളുടെ ഭാഗത്തൊക്കെ പുളിയഞ്ചിയാണ്, ചില സൈഡിലൊക്കെ ഇഞ്ചിപ്പുളി ആണ് ഉണ്ടാക്കുക കേട്ടോ. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പുളിയഞ്ചിയിൽ എന്താ പറയുക, കൂടുതലും നമ്മൾ ശർക്കര ഇടും. അതായത് അത്യാവശ്യം നല്ല മധുരത്തിലാണ് ഉണ്ടാവുക. ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും മധുരം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കുക. കുറച്ച് ടൈം എടുക്കും, പുളി ഒന്ന് കുറുകി വരാൻ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുളിയഞ്ചി ഉണ്ടാക്കുക നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വലിയൊരു ലെമൺ സൈസിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് ഈ വർഷത്തെ പുളി തന്നെയാണ് കേട്ടോ. പഴയ പുളി വെച്ചിട്ട് നമുക്ക് പുളിയഞ്ചി ഉണ്ടാക്കാം, നല്ല കളറ് കിട്ടും. ഇതെന്തായാലും പുതിയ പുളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സൈസിലുള്ള ഇഞ്ചി, ഒരു 5-6 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുളി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ചൂടുവെള്ളത്തിലിടുന്ന സമയത്ത്. ഇനി നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. 2-3 കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ആ ഒരു സമയം കൊണ്ട് ഞാനതാ ഇഞ്ചിയൊക്കെ പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും പിന്നെ കരിവേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അത്യാവശ്യം വലിയ 3 അച്ച് ശർക്കരയാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം, മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നുണ്ട്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ ഒരു ചട്ടിയിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇത്രയും തന്നെ മതിയാവും. നമ്മൾ പച്ചമുളകാണ് കേട്ടോ കൂടുതൽ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടി ചേർത്തിട്ട് ആ പുളി നന്നായിട്ടും തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം 2-3 തള ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ആ എടുത്ത് വെച്ചിരിക്കുന്ന 3 അച്ച് ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇനി കുറുകി വരണം. ആ ശർക്കര ഒന്ന് മെൽറ്റായി പുളിയൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല തിക്കാവുന്ന സമയത്താണ് ഇത് അടി പിടിക്കാൻ തുടങ്ങുക. ആ ടൈമിൽ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേനും അപ്പം അതൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു തുടങ്ങി. ലേശ നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ ഈ ഒരു ലെവലിലൊന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ അപ്പുറത്തടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകും മുളകും മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഇഞ്ചി നന്നായി തന്നെ ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി ഏതാണ്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ പച്ചമുളക് ഇഞ്ചിയുടെ ഒപ്പം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പച്ചമുളക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കണ്ടില്ലേ, ഇഞ്ചി ഏതാണ്ട് ആയതിനു ശേഷം ഞാൻ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളിയിഞ്ചി അപ്പോഴത്തേനും കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിലാണ് കേട്ടോ ഒപ്പം ഉണ്ടാവുക. ഇത്രയും തന്നെ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു ചൂടിലാണ് അത് കിടന്ന് തിളയ്ക്കുന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോഴത്തേനും ലേശം കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ കറക്റ്റ് പരിപാടിക്ക് നമ്മൾ പുളിയഞ്ചി സദ്യയിൽ പുളിയഞ്ചി ഇല്ലാത്ത എന്ത് സദ്യ എന്നൊക്കെ പറയണ പോലെ അല്ലേ, അത് തൊടുകറിയാണ്. അപ്പോൾ ഇലയിൽ ഇട്ടാൽ അത് അവിടെ നിൽക്കണം, ഒലിച്ച് പോകുന്ന വരുത്. അപ്പോൾ ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് അത്രയും നമുക്കത് തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് തിക്നെസ്സിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണിത്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. ഇതൊരു 6 മാസം വരെ കേടുവരാണ്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി കുറച്ചധികം കാലം ഇരിക്കണമെങ്കിൽ ഇതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് കുറേ നാൾ നമുക്കിത് കേടുവരാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ സദ്യ സ്പെഷ്യൽ പുളിയഞ്ചി എല്ലാവരും ഈ വിഷുവിന് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക കേട്ടോ. വീണ്ടും വിഷു സദ്യ സീരീസിലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.